കിഡ്സ് ഹെൽത്ത് സീരീസിലെ അവസാനത്തെ വീഡിയോ ആണിത്. അഗസ്ത്യ രസായനം. നെയിം അഗസ്ത്യ രസായനം എന്നാണെങ്കിലും അഗസ്ത്യ ഹരിതകി രസായനം എന്നാണ് ഇതറിയപ്പെടുന്നത്. അഗസ്ത്യ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ്റെ പേരല്ല, അതൊരു സേജിൻ്റെ പേരാണ്. ആക്ച്വൽ മെഡിസിൻ ഹരിതകിയാണ്. ഇതിന് സ്ലോഗൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ മെഡിസിനേ ഉള്ളൂ, ഹരിതകി അല്ലെങ്കിൽ കടുക്ക. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിസിൻസിനും ഇമ്മ്യൂണിറ്റി തരാനും നമുക്ക് ഓവറോൾ ഹെൽത്ത് തരാനും സ്ട്രെങ്ത് തരാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ കൂടെയും ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഹെൽത്താണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുക, കൈൻഡ് ഓഫ് ആസ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടി അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലർജിക് ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തുമ്മൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ശ്വാസം എടുക്കുമ്പം ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പ്ലസ് കഫ് ആൻഡ് കോൾഡ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് അഗസ്ത്യ രസായനം. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. മോസ്റ്റ്ലി ഇത് ആഫ്റ്റർ ഫുഡാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഫും കോൾഡും ആണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗസ്ത്യ രസായനം നിങ്ങൾക്ക് തേനിൻ്റെ കൂടെ കഴിക്കാം. അതല്ല ഡ്രൈ കഫ് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാം മിൽക്കിൻ്റെ കൂടെ ഇത് കൊടുക്കാം, ചൂട് പാലിൻ്റെ കൂടെ ഇത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൻ്റെ കൂടെയും ഇത് കൊടുക്കാം. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഈ കഫും കോൾഡിനും കൂടി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരില്ല. അങ്ങനെ കഫും കോൾഡും മാത്രമാണെങ്കിൽ ഐ സജസ്റ്റ് ഗോ ഫോർ ദശമൂല രസായനം, as I told you in second video. അതല്ല കുട്ടികൾക്ക് കഫ് ആൻഡ് കോൾഡ് പ്ലസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അഗസ്ത്യ രസായനം. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയാനാണെങ്കിൽ പറയാൻ. സോ ദാറ്റ് സിമ്പിൾ. സോ ഞാൻ ആക്ച്വലി ഈ 3 സീരീസ് കിഡ്സ് ഹെൽത്ത് സീരീസും അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ മെഡിസിനെയും കുറിച്ച് അങ്ങനെ ഒരു ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഈ 3 മെഡിസിൻസിനെയും ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന മെഡിസിൻ തന്നെയാണ്, അങ്ങനെ അറിയാത്ത മെഡിസിൻ ഒന്നുമല്ല. ബട്ട് എനിക്കിത് പറയണം തോന്നി, കാരണം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇതിൽ. സോ രജന്യാദി ചൂർണം, അഗസ്ത്യ രസായനം, ദശമൂല രസായനം. ഇപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് 3ഉം തന്നെ ഓവറോൾ ഇമ്മ്യൂണിറ്റിക്കും ജനറൽ ഹെൽത്തിനും ഡൈജസ്റ്റീവ് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ്. ബട്ട് നിങ്ങൾക്ക് കഫും കോൾഡും ആണ് നിങ്ങൾക്ക് കൂടുതൽ കൺസേൺ എങ്കിൽ നിങ്ങൾക്ക് ദശമൂല രസായനം യൂസ് ചെയ്യാം. റെസ്പിറേറ്ററി ഇൽനെസ്, റെസ്പിറേറ്ററി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഗസ്ത്യ രസായനം യൂസ് ചെയ്യാം. അതല്ല കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ രജന്യാദി ചൂർണം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ഇങ്ങനത്തെ ഏതെങ്കിലും സീരീസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അതുപോലെ ഇത് യൂസ് ചെയ്ത് നല്ല റിസൾട്ടൊക്കെ കിട്ടിയവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അതൊരു റിവ്യൂ ആണല്ലോ, അത് ബാക്കിയുള്ളവർക്കും കൂടിയും അത് ഹെൽപ്ഫുൾ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.